തലയിടിച്ചു വീണ ഭാര്യയെ ആശുപത്രിയിൽ എത്തിച്ചെന്ന് ഭർത്താവ്. എന്നാൽ ഡോക്ടർക്ക് തോന്നിയ സംശയം വഴിത്തിരിവായി. പോസ്റ്റ്മോർട്ടത്തിൽ തെളിഞ്ഞത് ക്രൂര കൊലപാതകം. മൈനാഗപ്പള്ളിയിൽ യുവതിയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം ക്രൂര കൊലപാതകമെന്ന് തെളിഞ്ഞത് ഡോക്ടർക്ക് തോന്നിയ ഒരു സംശയത്തിലൂടെ. സംഭവത്തിൽ യുവതിയുടെ ഭർത്താവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മൈനാഗപ്പള്ളി മണ്ണൂർക്കാവ് ദിയാസദനത്തിൽ ശ്യാമയാണ് കൊല്ലപ്പെട്ടത്. 26 വയസ്സായിരുന്നു. ഭർത്താവ് രാജീവിനെയാണ് ശാസ്താംകോട്ട പോലീസ് അറസ്റ്റ് ചെയ്തത്. വീട്ടിനുള്ളിൽ വീണുകിടന്ന ഭാര്യയെ സുഹൃത്തുക്കളുടെ സഹായത്തോടെ ആശുപത്രിയിൽ എത്തിച്ചെന്നായിരുന്നു ഭർത്താവ് രാജീവിന്റെ മൊഴി. ആശുപത്രിയിലും ഇതുതന്നെയായിരുന്നു രാജീവ് പറഞ്ഞത്. എന്നാൽ മൃതദേഹം പരിശോധിച്ചപ്പോൾ തന്നെ അവിടെയുണ്ടായിരുന്ന ഡോക്ടർമാർക്ക് മരണത്തിൽ സംശയം തോന്നിയിരുന്നു. മൃതദേഹത്തിന്റെ കഴുത്തിലും മറ്റും കുത്തിപ്പിടിച്ച പാടുകളുണ്ടായിരുന്നു. തുടർന്ന് അവർ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ശ്യാമ വീട്ടിൽ തലയടിച്ചു വീണു എന്ന് മാത്രമായിരുന്നു രാജീവിന്റെ മറുപടി. ആശുപത്രിയിൽ എത്തുമ്പോൾ പ്രതിയും സുഹൃത്തുക്കളും അമിതമായി മദ്യപിച്ച അവസ്ഥയിലായിരുന്നു. മാത്രമല്ല, രാജീവിന്റെയും സുഹൃത്തുക്കളുടെയും മൊഴികളിലും വൈരുദ്ധ്യമുണ്ടായിരുന്നു. ആശുപത്രിയിലെത്തിയ പോലീസുകാരോട് ഡോക്ടർമാർ ഇക്കാര്യങ്ങളെല്ലാം ധരിപ്പിച്ചു. മൃതദേഹം കണ്ട പോലീസിനും സംഭവത്തിൽ അസ്വാഭാവികത തോന്നിയിരുന്നു. പോലീസിന്റെ ചോദ്യം ചെയ്യലിലും രാജീവ് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ആവർത്തിച്ചത്. അന്നു തന്നെ പോലീസ് രാജീവിനെ കസ്റ്റഡിയിലെടുത്തിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് പിന്നാലെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. വീടിന്റെ അടുത്തുള്ള ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്ന ദിവസമാണ് ദാരുണമായ സംഭവമുണ്ടായത്. അമ്പലപ്പറമ്പിലേക്ക് എത്തിയാണ് പ്രതി എല്ലാവരോടും വിവരം പറഞ്ഞത്. മൃതദേഹം ആദ്യം കണ്ടത് താനാണ് എന്ന തരത്തിലായിരുന്നു ഇയാളുടെ വിശദീകരണം. ഭാര്യ തലയിടിച്ചു വീണുവെന്നും ആശുപത്രിയിൽ എത്തിക്കാൻ വാഹനം വേണമെന്നുമാണ് രാജീവ് എല്ലാവരോടും ആവശ്യപ്പെട്ടത്. തുടർന്ന് നാട്ടുകാർ തന്നെ സംഘടിച്ചെത്തിയാണ് ശ്യാമയെ ആശുപത്രിയിൽ എത്തിച്ചത്. അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. ശ്യാമ കഴുത്തുഞ്ഞിരിച്ചാണ് കൊല്ലപ്പെട്ടതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. ഇവർക്ക് 2 കുട്ടികളാണുള്ളത്. കൊലപാതകത്തിന്റെ കാരണം വ്യക്തമല്ല.